എപ്പോഴാണ് വന്നേ? എടാ ഞാനിപ്പോ വന്നോളൂ. ഞാൻ വന്നപ്പോ നിന്നെ ഒന്ന് കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു വന്നാ. എടാ വാവേ എന്നെ ഉണ്ടോ സുഖാണോ? നിങ്ങൾ സുഹൃത്ത് ചോദിക്കടാ. ഇവിടുത്തെ ഗ്ലാമർ ആയിട്ടൊന്നും വെളുത്തല്ലേ? നിങ്ങളൊക്കെ പഴയ പടിയാ. എന്റെ പൊന്നറിയാ പഴയ സ്റ്റൈലാണ്. ചെലവൊക്കെ നമുക്ക് ചെയ്യാന്ന്. പിന്നെ വിളിച്ചേക്കാം, വൈകിട്ട് കാണാം. പിന്നെ താർത്തേക്കാം. ഞാൻ ഗൾഫിൽ പോയതിനു ശേഷം നമ്മുടെ സീരിയലിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എടാ നീ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ നിന്നെ തേച്ചെന്നാണ്. പിന്നെ 3, 4, 5, 6 മാസം കഴിഞ്ഞപ്പം അവളെ ഏതോ പണച്ചാക്ക് കെട്ടിക്കൊണ്ട് പോകും. ഞാൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയൊന്നുമില്ല. ഒരു കണക്കിന് നന്നായില്ല. നീ അവളെ കെട്ടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ ദുഃഖിച്ച് ജീവിക്കേണ്ടതായിട്ട് വന്നേനെ. അമ്പാ അത് നമുക്ക് കുടിച്ചിട്ടറിയാം കേട്ടാ. ചേട്ടാ ഇതെല്ലാം എന്റെ ഫ്രണ്ട്സുകളാ. ആവശ്യത്തിനുള്ള സാധനം കൊടുത്തേക്ക്. ഇന്ന് എന്റെ ഒക്കെ ചെലവാ. മുറുകാൻ മേടിച്ചു. പൊന്നപ്പൻ ചേട്ടാ നീ എൻ പ്രിയ ചങ്ങാതിയല്ലേ? വാ പൊന്നപ്പൻ ചേട്ടാ നീ എൻ പ്രിയ ചങ്ങാതിയല്ലേ? പൊട്ടിച്ചടിക്കാൻ വാ, തെങ്ങിൻ കല്ല് ഊറ്റി കുടിക്കാൻ വാ, കുട്ടനടിച്ചത്തു തെങ്ങിന്റെ മണ്ണെന്ന് മാട്ടം പൊക്കാൻ വാ, കുട്ടനടിച്ചത്തു തെങ്ങിന്റെ മണ്ണെന്ന് മാട്ടം പൊക്കാൻ വാ. കുട്ടപ്പ മോനെ ഞാനിനി വിറ്റകാനില്ല. മോട്ടിച്ചടിക്കേണ്ട, മാട്ടം പൊക്കി ഊറ്റി കുടിക്കേണ്ട. നാട്ടാരോടിച്ചിട്ട് കൂമ്പിനിടിക്കുമ്പോ കള്ളിറങ്ങിപ്പോ, നാട്ടാരോടിച്ചിട്ട് നാവിക്കിടിക്കുമ്പോ കള്ളുമുള്ളിപ്പോ. ലിക്കറടിച്ചിട്ട് വിറ്റല്ലേ പൊന്ന കള്ളിന് ചെന്നാ പൂസ, ലിക്കറടിച്ചിട്ട് വിറ്റല്ലേ പൊന്ന കള്ളിന് ചെന്നാ പൂസ. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒന്നുമില്ലേ? നിന്റെ ബർത്ത്ഡേക്ക് എൻ്റെ വക ഒരു കഴിഞ്ഞ ബർത്ത്ഡേക്കും റോൾഡ് ഗോൾഡിന്റെ മാല, ഇപ്രാവശ്യം അത് തന്നെ. ഞാനൊന്ന് രക്ഷപ്പെട്ടെ, എന്നിട്ട് ഞാൻ നിനക്ക് മേടിച്ചു തരാം ഗോൾഡിന്റെ മാല. നേരെ ഒരുപാടായി, ഞാൻ പോയിക്കുവാ. അക്കരെ നിൽക്കണ തെങ്ങിന്റെ മണ്ടേര് മാട്ടം നിറച്ചും കള്ള്. കള്ളോ? കള്ളടാ കള്ള്. അക്കരെ നിൽക്കണ തെങ്ങിന്റെ മണ്ടേല് മാട്ടം നിറച്ചും കള്ള്, അക്കരെ നിൽക്കണ തെങ്ങിന്റെ മണ്ടേല് മാട്ടം നിറച്ചും കള്ള്. കുട്ടപ്പ മുത്തേ നീ കൂടെ വന്നാൽ മാട്ടം ഞാൻ ഊട്ടിത്തരാം, കുട്ടപ്പ മുത്തേ നീ കൂടെ വന്നാൽ മാട്ടം ഞാൻ ഊട്ടിത്തരാം, നല്ല തിങ്കൾ ഊട്ടിത്തരാം. കുട്ടപ്പ മോനെ ഞാനിനി വിറ്റകാനില്ല. മോട്ടിച്ചടിക്കേണ്ട, മാട്ടം പൊക്കി ഊറ്റി കുടിക്കേണ്ട. നാട്ടാരോടിച്ചിട്ട് കൂമ്പിനിടിക്കുമ്പോ കള്ളിറങ്ങിപ്പോ, നാട്ടാരോടിച്ചിട്ട് നാവിക്കിടിക്കുമ്പോ കള്ളുമുള്ളിപ്പോ. കുട്ടണ്ണ ഇവിടെ പോയിരിക്കുവോ? അല്ലെങ്കിലും നേരത്തെയും കാലത്തൊന്നും ഒരു സ്വഭാവവും ഇല്ല. എടി നീ പറഞ്ഞ പൈസ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ തൽക്കാലം 4000 രൂപ പിടിക്ക്. പക്ഷെ 4000 രൂപയുള്ളൂ. എടി 4000 രൂപ എടുക്കാൻ പറ്റ പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ 10,000-15,000 ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാത്. കുട്ടേട്ടനൊന്നും പറയണ്ട, അല്ലെങ്കിൽ കുട്ടേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ പോവാ. ശ്രീദേവി ചേച്ചി എന്തിനാ കുട്ടേട്ടനെ പ്രേമമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നേ? കുട്ടേട്ടനൊരു പാവമല്ലേ? ഇത്രയും നാളും പൈസ അടിച്ചു മാറ്റിയ കാര്യമൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കുട്ടേട്ടനെ ഒഴിവാക്കുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പണി നോക്കാം. നെഞ്ചുമൊരച്ചു ഞാൻ തെങ്ങും ചെന്നപ്പോ നഞ്ചു കലക്കിയ കള്ള്. നെഞ്ചുമൊരച്ചു ഞാൻ തെങ്ങും ചെന്നപ്പം നഞ്ചു കലക്കിയ കള്ള്, നെഞ്ചുമൊരച്ചു ഞാൻ തെങ്ങും ചെന്നപ്പം നഞ്ചു കലക്കിയ കള്ള്.
പൊന്നപ്പ മോനെ ചന്ദ്രനി ചെന്നിട്ട് കത്തൊന്നു ഞാനേക്കാം. പൊന്നപ്പ മോനെ ചന്ദ്രനി ചെന്നിട്ട് കത്തൊന്നു ഞാനേക്കാം. ഇനി തെങ്ങ് നിറങ്ങുകല. കുട്ടേട്ടൻ നമ്മുടെ ആരും വീട്ടിൽ പിടിച്ചു. കുറച്ച് സീനാ. വീട്ടിൽ നമ്മുടെ ആരും സമ്മതിക്കാൻ തോന്നുന്നില്ല. അതുമല്ല കുട്ടേട്ടന് ജോലിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? കുട്ടേട്ടന് ഗൾഫിലൊക്കെ പോയി ജോലിയെല്ലാം സെറ്റാക്കാൻ പറ്റുമോ? എന്നെ എത്ര നാളും വേണം വെയിറ്റ് ചെയ്യാം. കുട്ടേട്ടൻ എന്താ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ എൻ്റെ വീട് പണയപ്പെടുത്തി ഒരു വിസ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ രാത്രി ഫ്ലൈറ്റിന് ദുബായിക്ക് പോവുകയാണ്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? തീർച്ചയായും. എടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെലവ് ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് നീ എന്നാ ദിവസപ്പനം കണ്ടോണ്ടിരിക്കുകയാണാ? ഏട്ടോ എത്ര നേരമായി ഏട്ടാ തലക്കറി വേണോ എന്ന് പറയുന്നത്? നിങ്ങൾ എന്നെ എടുത്തോണ്ടിരിക്കുക. നിന്നെ താലി കെട്ടി കൊണ്ടുവന്ന അന്ന് മുതലുള്ള കഷ്ടമാണ് എനിക്ക്. നീ ആരോർത്തിരിക്കുവാടി പട്ടിപ്പൊളയാടി മാളെ. ആ സാറന്മാർ തലക്കറി വെച്ച് എത്താൻ നേരമായിടി. അടുത്ത് കൊടുത്താൽ നിന്റെ കയ്യിലെ വള ഊരിപ്പോവോ?